മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻഷാഡ് ദൂതിലേക്ക് സ്വാഗതം. ഒക്ടോബർ 28 ഇന്നേ ദിവസം നമുക്ക് നൽകപ്പെടുന്ന തിരുവചന ഭാഗം അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്. ദൈവരാജ്യം എന്തിനോട് ഉപമിക്കാം? അത് കടുകുമണിയോട് ഉപമിക്കാം. അത് വളർന്ന് വലിയ വൃക്ഷമായി തീരുന്നു. ആ വൃക്ഷത്തിൽ പലരും ചേക്കേറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന ദൈവരാജ്യം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ആ രാജ്യം അത് എല്ലാവരെയും ആകർഷിക്കും. അതിൻ്റെ തണലിൽ ധാരാളം മനുഷ്യർ രക്ഷയുടെ പാത കണ്ടെത്തും. എല്ലാവർക്കും രക്ഷ നൽകുന്ന തമ്പുരാൻ്റെ സുവിശേഷം സ്വീകരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദൈവരാജ്യം. അതുതന്നെയാണ് പുളിമാവിനെ കുറിച്ചും പറഞ്ഞത്. ദൈവരാജ്യം എന്ന് പറയുന്ന സത്യം എല്ലാവരെയും, അത് പരിസയരാകാം, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാകാം, എല്ലാവരെയും ആകർഷിക്കും. അതിൻ്റെ തണലിൽ പലർക്കും ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ അംഗങ്ങളാണ്. ദൈവരാജ്യം നമുക്കെല്ലാവർക്കും സംരക്ഷണം നൽകുന്നു. നമുക്ക് ജീവിതത്തിന് ഒരു മാർഗം നിർദ്ദേശിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറാം, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി ജീവിക്കാം. ഇന്നേ ദിവസം പ്രസാദപരനാഥ അതിനായി നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.